Hello friends, Assalamu alaikum. Welcome back to our channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സിമ്പിൾ എഗ്ലെസ് കോക്കനട്ട് കുക്കീസിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ആവശ്യമുള്ളത് ഒരു ബൗളാണ്. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രീം രൂപത്തിലാവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ ഇവിടെ ക്രീം രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡറും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പ്രഷർ കൊടുത്തിട്ട് കുഴക്കണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കാം. മധുരം ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണ് പാല് ചേർക്കാം. അതിനുശേഷം നമുക്ക് നല്ല മാവ് രൂപത്തിൽ കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ സോഫ്റ്റ് ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇവിടെ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ബൗൾസ് രൂപത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ബിസ്ക്കറ്റ് കുറച്ചും കൂടി വലിയ സൈസ് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ ഉരുളകളാക്കാം. ഇപ്പോൾ ചെറിയ ബിസ്ക്കറ്റ്സ് ആണ് വേണ്ടെങ്കിൽ ചെറിയ ഉരുളകളാക്കാം. അപ്പോൾ എനിക്ക് ചെറിയ ബിസ്ക്കറ്റാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളകളാണ് ആക്കുന്നത്. അങ്ങനെ ഞാൻ ബൗൾസ് രൂപത്തിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു ബേക്കിംഗ് ട്രേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കുക്കീസെല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ കുക്കീസും ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് അതിനുശേഷം പ്രസ് ചെയ്ത് പിന്നെ കോക്കനട്ട് പൗഡറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രേയിലോട്ടേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. എനിക്കൊരു 24 കുക്കീസ് കിട്ടിയിട്ടുണ്ട് ഈ മാവ് കൊണ്ട്. അങ്ങനെ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കൺവെൻഷണൽ മോഡിൽ 150 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവന്. അപ്പോൾ നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കീസ് ഇവിടെ നല്ലവണ്ണം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം കഴിക്കാവുന്നതാണ്. അതുമാത്രമല്ല നമുക്കിത് സ്റ്റോർ ചെയ്യാം എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ. ഒരു 2-3 വീക്സ് വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ സിമ്പിൾ എഗ്ലെസ് കോക്കനട്ട് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കുക്കീസിൻ്റെ അതേ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫാമിലീസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.